അതിദാരിദ്ര്യമുക്തമായിട്ട് സംസ്ഥാനം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള സർവേക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് സെൻസസോ എന്തിനെങ്കിലും ആരെങ്കിലും വന്നോ? ആരും വന്നിട്ടില്ല. കണ്ടില്ല ഇപ്പൊ ഒരു പുര എങ്ങനെയുണ്ട്, പുര എങ്ങനെയുണ്ട്. ഈ വീട്ടില് ഉറങ്ങുമ്പോ അല്ലെങ്കിൽ എങ്ങനെയാ ഇത്ര ധൈര്യത്തോടെ താമസിക്കുക? എങ്ങനെയാ? ഈ കുളിമുറിക്കും ശൗചാലയത്തിനൊക്കെ വേണ്ടി ഒരുപാട് സർക്കാർ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ. പദ്ധതികളുണ്ട്, പക്ഷെ നമ്മളിലേക്ക് എത്തുന്നില്ല. നമ്മള് പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കും, അത് തള്ളിപ്പോകും. അതാണ് അവസ്ഥ. സ്കൂളിൽ പോകാനുള്ള സംവിധാനങ്ങളുണ്ട്, പക്ഷെ ഈ മക്കൾ സ്കൂളിൽ പോകാത്തത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാ? മെയിൻ കാരണം അതാണ്. കുളിക്കാനും അലക്കാനും വെള്ളം ഇല്ലാത്തത്. നമ്മൾ എത്ര പറഞ്ഞു ഒരിടത്ത് ഒരാളും ഇങ്ങോട്ട് നോക്കൂല. ബോട്ടിനാകുമ്പോൾ മാത്രം ഇങ്ങോട്ട് എറിഞ്ഞെറിഞ്ഞ് വരും. ഇവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ നേരിടുന്ന? ആ ബുദ്ധിമുട്ടുകളും ഉണ്ട് പൊന്നുകട്ടെ. ഒരു ഗതിയില്ല. പണിയാണെങ്കിൽ രണ്ടാക്കും എടുക്കാനാകുന്നില്ല, പണിയുമില്ല. നമസ്കാരം. കഴിഞ്ഞ ദിവസം മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ NDA സ്ഥാനാർത്ഥിയായ ശ്യാംരാജ് ഇട്ട ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേരുടെ മനസ്സിൽ തട്ടിയ ഒരു പോസ്റ്റാണ്. ഒരുപാട് പേർ ഇന്ന് ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ്. ഈ വിഷയത്തിൽ പ്രതിപാദിക്കുന്ന സ്ഥലത്താണ് നമ്മളിപ്പോ ഉള്ളത്, അല്ലെ? വെള്ളമുണ്ട പഞ്ചായത്തിലെ മുതക്കരയിലെ 4 സെന്റ് ഉന്നതിയിലാണ് നമ്മൾ. മാനന്തവാടി നിയോജക മണ്ഡലത്തിലാണ് ഈ സ്ഥലം ഉൾപ്പെടുന്നത്. നമുക്കറിയാം, ഇവിടുത്തെ MLA എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട പട്ടികവർഗ വകുപ്പ് മന്ത്രിയായിട്ടുള്ള കേളുവാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ഈ മണ്ഡലം നയിക്കപ്പെടുന്നത്. ഒപ്പം തന്നെ പട്ടികവർഗ ക്ഷേമമാണ് അദ്ദേഹത്തിന്റെ വകുപ്പ് എന്നുള്ളതും കൂടി നമ്മൾ ഓർക്കണം. എന്നിട്ട് നമുക്ക് ഇവിടെ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഒന്ന് കാണണം. എത്രത്തോളം ഉണ്ട് ഇവിടുത്തെ വികസനം എന്ന് നമുക്ക് നേരിട്ട് കാണാം. തീർച്ചയായിട്ടും ശ്യാംരാജിന്റെ പോസ്റ്റിൽ പറയുന്നത് എത്രത്തോളം സത്യമാണ്, എന്താണ് ഇവിടുത്തെ ജനങ്ങൾക്ക് പറയാനുള്ളത് എന്ന് നമുക്ക് ചോദിക്കാം. അവരുടെ കാഴ്ചകളിലേക്ക് നമുക്ക് പോകാം. ഇലക്ഷൻ്റെ ക്യാമ്പയിൻ വന്നതാണ്. ഇവിടെ വന്നപ്പോൾ വല്ലാത്തൊരു ഇമോഷണലായി പോകുന്നു. കാരണം വല്ലാത്ത കഷ്ടമാണ്. മന്ത്രി ട്രൈബൽ മന്ത്രിയുടെ സ്വന്തം നാട്ടിലാണ്, സ്വന്തം മണ്ഡലത്തിലായിട്ട്. അപ്പം നമുക്ക് തോന്നുന്ന ഒരു വിഷമം പോലും, ആ ഒരു ബുദ്ധിമുട്ട് പോലും ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന ഇവർക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ഒരു മന്ത്രിക്ക് തോന്നിയില്ലെങ്കിൽ അത് വല്ലാത്ത കഷ്ടമെന്ന് മാത്രമേ പറയാൻ വേണ്ടി. അത് നമുക്കറിയാം, മാനന്തവാടി നിയോജക മണ്ഡലത്തിലെ വെള്ളമുണ്ട പഞ്ചായത്തിലെ മുതുകര എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഒരു 4 സെന്റ് ഉന്നതി എന്ന് പറയുന്ന സ്ഥലത്തിലെ കാഴ്ചകളാണ് ശ്യാംരാജ് ആ പോസ്റ്റിലൂടെ ജനങ്ങൾക്ക് മുന്നിലേക്ക് തുറന്നു വെച്ചത്. ഈ സ്ഥലത്തിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത്, കേരള സംസ്ഥാനത്തിന്റെ കഴിഞ്ഞ 5 വർഷത്തെ പട്ടികവർഗ മന്ത്രിയായിരുന്ന കേളു ചേട്ടൻ ഭരിക്കുന്ന മണ്ഡലമാണ് മാനന്തവാടി. അവിടുത്തെ അവസ്ഥയാണത്. അപ്പോൾ ഈ അവസ്ഥ ആ ചേട്ടൻ ആ വീഡിയോയിൽ പങ്കുവെച്ച കാര്യങ്ങൾ എത്രത്തോളം സത്യമാണ്, അതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അത് കണ്ടതിന് ശേഷം ജനങ്ങൾ പറയട്ടെ ഇനി അത് സത്യമാണോ അല്ലയോ എന്ന്. എന്തായാലും ഈ കാര്യങ്ങൾ പറഞ്ഞു തരാൻ നമുക്കൊപ്പം ലളിത ചേച്ചിയാണ് ചേരുന്നത്. ചേച്ചി ഇവിടുത്തെ ഒരു നിവാസിയാണ്. അപ്പോൾ ചേച്ചി നമുക്ക് ഈ സ്ഥലത്തിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളും എല്ലാം നമുക്ക് പറഞ്ഞു തരും. ഞങ്ങൾ 36ഓളം കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട്. കുടുംബങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കൂടുതൽ 60ഓളം കുടുംബങ്ങളുണ്ട്. ഒരു വീട്ടിൽ 2-3 കുടുംബങ്ങളൊക്കെയാണ് കഴിയുന്നത്. അതിൽ തന്നെ 4-5 മക്കൾ. അന്നേരം ചെറിയ വീട്. നമുക്ക് കുടിവെള്ള പ്രശ്നമാണ് ഏറ്റവും ബുദ്ധിമുട്ടുള്ളത്. വഴിയില്ല, കുടിവെള്ളമില്ല. പിന്നെ വീടുകൾ ഇതാ ഈ കാണുന്ന പോലത്തെ വീടുകളാണുള്ളത്. ഇവരൊക്കെ വന്നിട്ട് എത്രയോ വർഷങ്ങളായി. ഒരു വീട് ഇവർക്ക് പാസ്സാക്കി കൊടുക്കാൻ ഇതുവരെ പറ്റിയിട്ടില്ല. ഓരോ കാരണങ്ങളും പറഞ്ഞ് തള്ളി കളയാണ്. നിങ്ങൾക്ക് ഈ കോളനി ഒന്ന് ചുറ്റി കണ്ടാൽ നിങ്ങൾക്ക് അറിയാൻ കഴിയും നമ്മളിവിടെ അനുഭവിക്കുന്ന വിഷമങ്ങളും വേദനകളും എത്രത്തോളം ഉണ്ട് എന്നുള്ളത്. ഇതിവിടെയുള്ള ആൾക്കാർക്ക് എന്ന് പറഞ്ഞാൽ റേഷൻ കിട്ടുന്ന അരി മാത്രമേ ഉള്ളൂ. റേഷൻ അരി 30 കിലോ അരി റേഷൻ കിട്ടുന്ന അരി കൊണ്ട് അവരൊരു മാസം തള്ളി നീക്കണം. പിന്നെ പണിക്ക് എന്തെങ്കിലുമൊക്കെ പോയി, ഇല്ലാത്ത കുറേ രോഗികളായിട്ടുള്ള ആൾക്കാരൊക്കെയാണുള്ളത്. ഇങ്ങനെയൊക്കെയാണ് ഞങ്ങൾക്ക് കുടിവെള്ള പ്രശ്നം. ഞങ്ങൾ എത്രയോ വർഷം കൊണ്ട് പറയുന്നതാണ് ശാശ്വതമായിട്ടുള്ളൊരു കുടിവെള്ള പ്രശ്നം. ജനുവരി മാസം മുതൽ ഞങ്ങൾക്ക് ഇവിടെ വണ്ടിവെള്ളമാണ് വരുന്നത്. വണ്ടിവെള്ളം വരുമ്പം
ഈ എല്ലാവരും ഇവിടെ വന്ന് ഈ റോഡിൽ വന്നിട്ട് ടാങ്കിൽ വെള്ളം പിടിക്കുക. ആ വെള്ളം ഞങ്ങൾ വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് പോയി ജനുവരി, ഫെബ്രുവരി, മാർച്ച്, ഏപ്രിൽ മഴ വരെ ഞങ്ങൾക്ക് വെള്ളമില്ല. മഴക്കാലം ആയിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് മഴവെള്ളമുണ്ട്. താഴെ ഒരു കിണറുണ്ട്, ഇവിടെ ഒരു കിണറുണ്ട്. അത് ഞങ്ങൾക്ക് വെള്ളം വലിച്ചെടുക്കാം. ആ കിണറിൻ്റെ ആഴമൊക്കെ നിങ്ങൾക്ക് കണ്ട് നമുക്ക് എനിക്കൊണ്ട് ചേച്ചി പറയുന്നതിനൊപ്പം തന്നെ ആ കാഴ്ചകൾ കൂടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കും. അപ്പൊ എന്തായാലും ചേച്ചിയുടെ കൂടെ നമുക്ക് ഈ 4 സെന്റ് ഉന്നതി ഒന്ന് കണ്ടിട്ട് വരാം. ഇതിപ്പോ ഒരു വീടാണോ ചേച്ചി? ഇതൊരു വീടാണ്. ഈ വീട്ടിൽ എത്ര ഈ പേര് വീട്ടില് താമസിക്കുന്നുണ്ട്? 3 മക്കളും പിന്നെ ഭാര്യയും ഭർത്താവും. 5 പേര് താമസിക്കുന്ന വീടാണ്. 5 പേര് താമസിക്കുന്ന വീടാണ്. സ്ത്രീകൾ ഉൾപ്പെടെ. സ്ത്രീകൾ ഉൾപ്പെടെ. പക്ഷെ ഈ ഡോറൊക്കെ എത്രത്തോളം ബലമുള്ളതാണെന്നുള്ളൊരു ചോദ്യമില്ലേ? ബലമുള്ളതാണ്. ഞങ്ങൾ ആരോടാണ് പറയേണ്ടത്? ഭരിക്കുന്ന സർക്കാരോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഇവിടെ വോട്ടിന്റെ സമയമാകുമ്പം എല്ലാവരും കയറി വരും. ഈ കോളനിയിൽ നിലവിലിപ്പം 60, 70, 75 ഓട്ടോളം വോട്ടുണ്ട്. പിന്നെ ലോകസഭാ മണ്ഡലത്തിലേക്കുള്ള വോട്ടുണ്ട്. ആ വോട്ടിൽ പിന്നെ ശരിക്കും എല്ലാവരെയും ചേർത്താണ് ഞങ്ങൾക്ക് 100ഓളം വോട്ട് ഈ കോളനിയിൽ തന്നെ ഉണ്ട്. ഉന്നതി തന്നെ 100ഓളം വോട്ടുകളുണ്ട്. ഒത്തിരി ആൾക്കാർ വോട്ട് ചേർക്കാത്തുണ്ട്. പക്ഷെ വരുന്ന ആൾക്കാർ ഈ വോട്ടിൻ്റെ സമയത്ത് മാത്രം കയറി വരും. അത് കഴിഞ്ഞാൽ ആരും വരില്ല. ഇങ്ങനൊരു അവസ്ഥയാണുള്ളത്. ഇവർക്കൊരു കക്കൂസില്ല. അപ്പൊ അതിന് എങ്ങനെയാണ്? അവർ അവിടെ എവിടെയൊക്കെ പോകും. എവിടെയെങ്കിലുമൊക്കെ പുറത്ത്, പെൺകുട്ടികളടക്കം പുറത്ത് എവിടെയെങ്കിലുമൊക്കെ പോയിട്ടാണ് ബാത്റൂം അവരെ ആവശ്യം നടത്തുന്നത്. ഇതാ നമ്മളിങ്ങോട്ട് പോയാൽ ഇതിവിടെയൊക്കെ ഇഷ്ടം പോലെ വീടുകൾ കാണാം. ഈ കുളിമുറിക്കും ശൗചാലയത്തിനൊക്കെ വേണ്ടി ഒരുപാട് സർക്കാർ പദ്ധതികളൊക്കെ ഉണ്ടല്ലോ. പദ്ധതികളുണ്ട്, പക്ഷെ നമ്മളിലേക്ക് എത്തുന്നില്ല. നമ്മൾ പഞ്ചായത്തിൽ അപേക്ഷ കൊടുക്കും, അത് തള്ളിപ്പോകും. അതാണ് അവസ്ഥ. അവര് കാരണം പറയുന്നത് അവർക്കൊന്നെങ്കിൽ റേഷൻ കാർഡില്ല. ഇപ്പൊ റേഷൻ കാർഡൊക്കെ ആയിട്ടുണ്ട്. ഒരു കാരണമൊന്നും പറയുന്നില്ല. ഫണ്ടിൽ അവരെന്താണോ നമ്മളോട് പറയുന്നില്ല. ശരിയാക്കി തരാം എന്നിട്ടൊരു വാക്ക്. എല്ലാം കൃത്യമായിട്ടുള്ളൊരു മറുപടി ഞങ്ങൾക്കില്ല. ഇതാ ഞങ്ങൾ നടക്കുന്ന വഴിയാണിത്. വേറെ വഴികളില്ല. ഇത് വേറൊരു വീട്. ഈ കുടുംബത്ത് 1, 2, 4, 6, 7 മക്കളും അച്ഛനും അമ്മയും താമസിക്കുന്ന വീടാണിത്. 7 മക്കളും അച്ഛനും അമ്മയും താമസിക്കുന്ന. അതിലൊരു മോനാണ് ഈ വരുന്നത്. അതിലൊരു മോനാണ് ഈ വരുന്നത്. ഇതിന്റെ ഇളയത് ഇനിയുണ്ട്. മൂത്ത പെൺകുട്ടിയുണ്ട്. ഇവർക്കും ഇതേപോലെ അവസ്ഥ. ഇവരുടെ വീടിന്റെ അകം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര വേദനയായിട്ട് തോന്നും. ഉള്ളിൽ കയറാൻ ഇവിടെ ആളില്ല. മോനെ അമ്മ എന്തേടാ? അല്ലെങ്കിൽ പണിക്ക് പോയിട്ടുണ്ടാവും. ഈ കുട്ടികളുടെയൊക്കെ വിദ്യാഭ്യാസമൊക്കെ എങ്ങനെയാണ്? വിദ്യാഭ്യാസം അംഗൻവാടി പോവും, അതെല്ലാം സ്കൂളിൽ പോവില്ല. സ്കൂളിൽ പോകാനുള്ള സംവിധാനങ്ങളുണ്ട്, പക്ഷെ ഈ മക്കൾ സ്കൂളിൽ പോവാത്തത് കൊണ്ടാണ്. അതെന്തുകൊണ്ടാ? അവർക്ക് മടി അല്ലെങ്കിൽ സ്കൂളിൽ പോകുമ്പോൾ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു ചിന്ത. ഇവർക്ക് മാത്രമായിട്ടുള്ളൊരു വണ്ടി വരും, ട്രൈബൽസിന് മാത്രമായിട്ടുള്ളൊരു വണ്ടി വരും സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ. അന്നേരം അവർക്ക് അതൊരു ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അവരെ മാത്രം ഒറ്റപ്പെടുത്തുന്നു, സ്കൂളിൽ ചെന്നാലും അവരെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ആ ഒരു പിന്നെ കുളിക്കാനും വൃത്തിയിൽ പോകാനുള്ളൊരു സാഹചര്യം ഇല്ല. മെയിൻ കാരണം അതാണ്. വൃത്തിയിൽ പോകാനുള്ളൊരു സാഹചര്യം ഇല്ല. കുടിവെള്ളം അല്ല, കുളിക്കാനും അലക്കാനും വെള്ളം ഇല്ലാത്തടത്ത് വൃത്തി പോകണമെന്ന് പറയാൻ നമുക്ക് പറ്റൂല. അമ്മ വലിപ്പതാ. എത്ര വയസ്സുണ്ട്? എനിക്ക് 20 വയസ്സുണ്ട്. എന്താണ് ഈ വീട്ടിലെ സാഹചര്യങ്ങളൊക്കെ എങ്ങനെയാ? കക്കൂസ് ഒന്നുമില്ല, പിന്നെ കുടിവെള്ളം. പഠിക്കാനൊക്കെ പോയിരുന്നോ? എത്രാം ക്ലാസ് വരെ പഠിച്ചേ? ഞാൻ 9 വരെ. ഈ വീട്ടില് ഉറങ്ങുമ്പോ അല്ലെങ്കിൽ എങ്ങനെയാ ഇത്ര ധൈര്യത്തോടെ താമസിക്കുക? എങ്ങനെയാ? ചേച്ചിയുടെ മക്കളാണോ ഇവര്? അല്ല. ഇത് ഞാൻ പറഞ്ഞില്ലേ മേലെ കണ്ട വീട്,
ആ. ഇത് 7 മക്കളുണ്ടെന്ന് പറഞ്ഞില്ലേ, ആ. അതിൽ 1 2 3 ഇത്, അത് 4. 4. പിന്നെ ഒന്ന് ആ ചെക്കൻ്റെ കൂടെ പോയെന്ന് 5. ആ. പിന്നെ 2 പേരുണ്ട്, അത് എവിടെ പോയെന്ന് അറിയില്ല. ഇത് നമ്മൾ ഫസ്റ്റ് എടുത്ത വീട്ടിലെ ആ. അവിടുത്തത്, ഇത് ഇവിടുത്തെ ആള് തന്നെ. ഓ. ചിന്നമുത്തു. ഇതാണ് കുടിവെള്ളം. വോട്ട് ചോദിച്ചു വരുന്നവരുണ്ടാവുമല്ലോ, ആ. അപ്പൊ അവര് ഈ വീടിന്റെ അവസ്ഥയൊക്കെ കാണുമ്പോ എന്താ പറയുന്നത്? അവര് ചെയ്തല്ല, അല്ലെ നമ്മള് വോട്ട് കഴിഞ്ഞിട്ട് അവര് ചെയ്തു തരും. ചെയ്തു തരുമോ? എന്നിട്ട് ചെയ്തു തരും എന്ന് പറയും. പിന്നെ അവരിങ്ങോട്ട് കാണൂല. അടുത്ത ഇലക്ഷൻ ആവണം. അടുത്ത ഇലക്ഷൻ ആവണം. എന്ത് പണിക്കാ പോണേ? ഞാൻ വീട്ടു പണിക്ക് പോകുന്നത്. ഈ പ്രശ്നങ്ങൾ പറയുമ്പോ ഇത് നടത്തി തരാൻ പിന്നെ ആരെങ്കിലും ഇങ്ങോട്ട് തിരിച്ചു നോക്കാറുണ്ടോ? ഇല്ല, ആപത്തൊന്നും കഴിയുമ്പോൾ ഓല് നമ്മളെ തിരിഞ്ഞു നോക്കൂല. നമ്മൾ എത്ര പറഞ്ഞു ഓരോരുത്ത്, ഒരാളും ഇങ്ങോട്ട് നോക്കൂല. ബോട്ടിനാകുമ്പോൾ മാത്രം ഇങ്ങോട്ട് ഇറങ്ങി വരും എല്ലെണ്ണം. പിന്നെ ആരും ഇങ്ങോട്ട് കാണൂല. ശരിക്കും അതിദാരിദ്ര്യ മുക്തമാണ് എന്ന് സർക്കാർ പറഞ്ഞ നമ്മുടെ സ്വന്തം കേരളത്തിലെ ഒരു വീടാണ് നിങ്ങൾക്ക് ഞങ്ങൾ കാണിച്ചു തരുന്നത്. ഈ വീടിന്റെ കാഴ്ചകൾ കണ്ടിട്ട് നിങ്ങൾ തീരുമാനിക്കണം ഇത് അതിദാരിദ്ര്യ മുക്തമായ കേരളം തന്നെയാണോ എന്നുള്ളത്. നമുക്കറിയാലോ, അതിദാരിദ്ര്യ മുക്തമായിട്ട് സംസ്ഥാനം പ്രഖ്യാപിക്കുകയുണ്ടായി. ആ സമയത്ത് ഏതെങ്കിലും തരത്തിലുള്ള സർവേക്കോ അല്ലെങ്കിൽ ഇവിടുത്തെ ആൾക്കാരുടെ ക്ഷേമം അന്വേഷിച്ചിട്ട് എന്തെങ്കിലും സെൻസസോ എന്തിനെങ്കിലും ആരെങ്കിലും വന്നോ? ആരും വന്നിട്ടില്ല. കണ്ടില്ല ഇപ്പൊ ഒരു പുര എങ്ങനെയുണ്ട്, പുര എങ്ങനെയുണ്ട്, അതാ നിങ്ങളതിൽ കണ്ടിട്ട് പോകണം. ഇപ്പൊ ഇവിടുത്തെ MLA അല്ലെങ്കിൽ മറ്റ് പാർട്ടിക്കാരോ പഞ്ചായത്തിന്റെ ആൾക്കാരൊക്കെ വരാറുണ്ടോ? ആൾക്കാർ വന്നിട്ട് എന്തെന്ന ഒരു കാര്യം, ഇമ്മൾ വന്ന് അന്നേരം തന്നെ പോയി. എന്തെങ്കിലും ഒരു കാര്യം പറയാൻ നിൽക്കണ്ടേ? നിൽക്കൂല. ഇപ്പോ കേവല ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യുന്നതാണ് LDFന്റെ പുതിയ പ്രകടന പത്രിക പറയുന്നത്. ആദ്യം ഈ അതിദാരിദ്ര്യത്തെ നിർമ്മാർജ്ജനം ചെയ്തിട്ട് വേണം കേവല ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം എന്ത് കണ്ടിട്ടാണ് കേരളം അതിദാരിദ്ര്യ മുക്തമാണെന്ന് പറയുന്നത്? എത്ര വീടുകളാണ് ഇവിടെ പകുതി ഇല്ലാത്ത രീതിയിൽ, കറണ്ട് ഇല്ലാത്ത രീതിയിൽ, വാഷ്റൂമുകൾ ഇല്ലാത്ത രീതിയിൽ. അത് മാത്രമല്ല, സ്ത്രീ സുരക്ഷയാണെന്ന് പറയുന്നത് ഇവിടെ പെൺകുട്ടികളുടെ അവസ്ഥ നോക്കി അവർക്ക് 17 വയസ്സിലൊക്കെ കല്യാണം കഴിക്കുന്ന പെൺകുട്ടികളുണ്ട് സാർ ഇവിടെ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അല്ലേ, അത് മൈക്കാ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകളാ നേരിടുന്നത്? ആ ബുദ്ധിമുട്ടുകളും ഉണ്ട് പൊന്നുകട്ടെ. ഒരു ഗതിയില്ല. പണിയാണെങ്കിൽ രണ്ടാക്കും എടുക്കാനാകുന്നില്ല, പണിയുമില്ല. അവരെൻ്റെ അകത്ത് ഒരു വാദനവും ഇല്ല. അറിയോ, ഒരു ദിവസം കട്ടൻകാരനെ കുറിച്ച് പോയി മടക്കര വരെ പോയി. പൈസേൻ്റെ ഒന്നും ആയിട്ടില്ല പെൻഷൻ. പരാതി പറഞ്ഞ ആരോടെ പറയാ? ഓരോടെ പറയാ. ഇപ്പൊ നമുക്കറിയാലോ, പട്ടികവർഗ വകുപ്പിന്റെ മന്ത്രിയാണ് ഇവിടുത്തെ MLA. MLA ഇവിടെ വരുമ്പം പറയാം എല്ലാം റെഡി എന്ന് അറിയും. ഇവിടെ ഒരു കമ്മിറ്റി ഒക്കെ ഉണ്ടായിരുന്നു പഞ്ചായത്ത് ഇലക്ഷനാണ്. അന്ന് എല്ലാം റെഡിയാക്കി തരാൻ തന്നെ കുറേ എണ്ണം ഉണ്ടാകൊണ്ട് ഞാൻ അളക്കാണ്ടും കുളിക്കാണ്ടും ബാത്റൂമൊന്നും ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുന്ന ആളാണ് അങ്ങ് ഭാഗത്തേക്ക്. അവർക്കൊന്നുമില്ല. ഇപ്പം തരുമെന്ന് അറിയും, പക്ഷെ ഒന്നും തരൂല. എന്താ വാഗ്ദാനങ്ങൾ പാക്കി എന്ത് വേണമെങ്കിൽ ചെയ്യാലോ. അപ്പൊ നിങ്ങൾ ഈ കണ്ടതൊക്കെയാണ് അതിദാരിദ്ര്യ മുക്ത കേരളത്തിന്റെ കാഴ്ചകൾ, അല്ലേ ജിഗ്ന? അതെ, തീർച്ചയായും. വലിയ രീതിയിലുള്ള വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട്, പക്ഷെ വാഗ്ദാനങ്ങൾ നൽകി ആരും ഇങ്ങോട്ടേക്ക് തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെയുള്ളവർ പറയുന്നതും അത് തന്നെയാണ്. പരാതികളെല്ലാം പേപ്പറുകളിൽ മാത്രം ഒതുങ്ങി പോകുന്ന ഒരു അവസ്ഥയാണ്. ഇവരുടെ ഒന്നും അവസ്ഥ കാണായിട്ടാണോ അതോ അതിനു മുന്നിൽ കണ്ണടയ്ക്കുന്നതാണോ എന്ന് നമുക്ക് സംശയം തോന്നിപ്പോകും. തീർച്ചയായിട്ടും സർക്കാർ കാണേണ്ട ചില കാര്യങ്ങളുണ്ട്. ഇവരുടെ വീടുകൾ എത്ര അടച്ചുറപ്പുള്ള വീടുകളാണ് നമ്മളിപ്പോൾ ഈ സ്ഥലത്ത് മുഴുവനായിട്ട് കണ്ടിട്ടുള്ളത്.
അല്ലെങ്കിൽ എത്ര പെൺകുട്ടികളാണ് 17 വയസ്സിൽ വരെ കല്യാണം കഴിച്ച് 2, 3, 4 കുഞ്ഞുങ്ങളുടെ അമ്മയായി താമസിക്കുന്നുണ്ട് ഇവിടെ. ഇതിനൊക്കെ ഈ അവൾക്കായി അല്ലെങ്കിൽ അവൾക്കൊപ്പം എന്നൊക്കെ പറഞ്ഞ് സ്ത്രീകളെ അത്രത്തോളം സംരക്ഷിക്കുന്ന ഒരു സർക്കാരാണെന്ന് പറയുമ്പോൾ എത്രത്തോളമാണ് ഈ പെൺകുട്ടികളെ കണ്ടിട്ടുള്ളത് എന്നുള്ളതാണ് ചോദ്യം. സ്ത്രീ സുരക്ഷ എത്രത്തോളം ഉണ്ടെന്ന് ഇവിടെ വന്നാലേ നമുക്ക് മനസ്സിലാവുന്നുള്ളൂ. തീർച്ചയായിട്ടും. അതുപോലെ കുടിവെള്ളം അല്ലെങ്കിൽ അവർക്ക് വേണ്ട ഒരു ബാത്റൂം ഫെസിലിറ്റി പോലും കൃത്യമായി ഒരുക്കാൻ ഈ സർക്കാരിന് സാധിച്ചിട്ടില്ലെങ്കിൽ 10 വർഷം എന്തിനാണ് ഭരിച്ചത് എന്നുള്ളതാണ് ചോദ്യം. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ ജനതയെ കണ്ണടയ്ക്കാതിരിക്കുക ഇവർക്കെതിരെ എന്നുള്ളതാണ് പറയാനുള്ളത്. എന്തായാലും ഈ ദൃശ്യങ്ങളെല്ലാം കണ്ടതിന് ശേഷം ഇനി ജനങ്ങൾ തീരുമാനിക്കട്ടെ, ജനങ്ങൾ പറയട്ടെ ആര് കേരളം ഭരിക്കണമെന്ന്.